പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഇത് RSSന്റെ ഗണഗീതമാണ്. ഇത് റെയിൽവേയുടെ ഒഫീഷ്യൽ പേജിൽ പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് എന്താണ് കുറ്റം? ഇത് ദേശഭക്തി ഗാനമല്ലേ? ദേശീയോദ്ഗ്രഥനത്തെ സഹായിക്കില്ലേ എന്നാണ് BJPക്കാരും RSSകാരും ചോദിക്കുന്നത്. എന്താണ് ഗണഗീതം? എന്താണ് ഈ ഗണഗീതത്തിൽ ഉൾക്കൊള്ളുന്ന ദേശഭക്തി? അത് ദേശീയതയുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നതാണ്? ഒരു സ്വതന്ത്ര ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ ഈ ദേശഭക്തി ഗാനത്തിന് എന്തു പ്രസക്തിയുണ്ട്? നമുക്ക് പരിശോധിക്കാം. സെലിബ്രേഷനാണ്. ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ്. അവർക്ക് അന്നേരം അതാണ് തോന്നിയത്, അത് അവർ ചെയ്തു. എവിടെയാണ് കുഴപ്പം എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. എനിക്ക് BJPക്കാരോട് അപേക്ഷിക്കാനുള്ളത്, ഇനി എല്ലാ പരിപാടിയിലും ഇത് പാടണം. ആ ദേശഭക്തി ഗാനങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് RSSന്റെ ഗണഗീതം ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്താണ് ഗണഗീതം? RSSന്റെ ശാഖയിൽ 1 മണിക്കൂറുള്ള കാര്യപദ്ധതികളിൽ പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പാണ് ഗണഗീതം ആലപിക്കാറുള്ളത്. RSSന്റെ ശാഖയിലെത്തുന്ന അവർ സ്വയം സേവകർ എന്ന് വിളിക്കുന്ന RSSന്റെ അണികൾ, പ്രവർത്തകർ, അവർ ഒന്നിച്ചുകൂടി കൂട്ടം കൂടി ഇരിക്കുകയും ഇരുന്ന ശേഷം അവർ ഒന്നിച്ചു പാടുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഗണഗീതം എന്ന പേര് വരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട പോപ്പുലറായ ഒരു പാട്ടാണ് പരമപവിത്രമതാമീ മണ്ണിൽ എന്ന് തുടങ്ങുന്നത്. ഒരുപക്ഷെ ആ പാട്ട് വളരെ ലളിതമായി, അതിൻ്റെ ലളിതമായ പദാവലികളും അതിൻ്റെ ലളിതമായ താളവുമൊക്കെയാണ് ഇത്രയും പോപ്പുലർ ആവാനുള്ള, ജനകീയമാവാനുള്ളൊരു കാരണം. അത് പലയിടങ്ങളിൽ, സ്കൂളുകളിലെ ദേശഭക്തി ഗാന മത്സരങ്ങളിൽ ഉൾപ്പെടെ പലയിടങ്ങളിൽ അത് ചൊല്ലിക്കേൾക്കാറുണ്ട്, തിരികെ കയറ്റാറുണ്ട് എന്നുള്ളതാണ് സത്യം. എന്താണ് മന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ ആ പാട്ടിൻ്റെ വരികളെ ഡീകോഡ് ചെയ്ത് എന്താണ് ഇതിൽ തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല, പക്ഷേ രാഷ്ട്രീയമായി ഇതിനോട് വിയോജിക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. ആ വിയോജിപ്പുകൾക്ക് ഇടം കൊടുക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ, ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ആ പാട്ട് ഡീകോഡ് ചെയ്ത് പരിശോധിക്കാം. എന്താണ് പരമപവിത്രമതാമീ മണ്ണിൽ എന്ന ഗാനം ഉൾക്കൊള്ളുന്ന ദേശസ്നേഹം? എന്താണ് പരമപവിത്രമതാമീ മണ്ണിൽ എന്ന ഗണഗീതം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം? ഈ ഗണഗീതത്തിൻ്റെ ആദ്യത്തെ വരി സ്വാഭാവികമായിട്ടും ഒരു ദേശസ്നേഹിയെ സംബന്ധിച്ച് ആദ്യത്തെ കേൾവിയിൽ ഒരു രാഷ്ട്രീയമായ ശരികേടും തോന്നേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ അതിനെ ഡീകോഡ് ചെയ്ത് പരിശോധിക്കുമ്പോൾ അതിന് മതപരമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള ഒട്ടേറെ ഭിന്നിപ്പുകളും വിയോജിപ്പുകളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് മാത്രമല്ല, ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്വ സമര കാലഘട്ടത്തിൽ തന്നെ വിമർശിക്കപ്പെട്ടിട്ടുള്ള സങ്കല്പങ്ങളാണ് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്നുള്ളത്. പരമപവിത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭൂമി പവിത്രമാവുന്നത് എങ്ങനെയാണ്? മതപരമായാണ് അതിനെ പവിത്രമായും പുണ്യഭൂമിയുമായിട്ടൊക്കെ കണക്കാക്കുന്നത്. പവിത്രം എന്ന് പറയുന്നത് പുണ്യഭൂമിയാണ്. ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യരെയും സംബന്ധിച്ച് ഇതൊരു പുണ്യഭൂമിയാവണം എന്നില്ല. മതപരമായി പുണ്യഭൂമി എന്ന സങ്കല്പം തന്നെ മതപരമാണ്. അതിൽ ഓരോ മതവിശ്വാസിക്കും അവരവരുടേതായ പുണ്യഭൂമികളുണ്ട്. ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ച് മക്കയും മദീനയുമാണ് പുണ്യഭൂമികൾ. ജെറുസലേമാണ് ക്രിസ്തു മതവിശ്വാസിയെ സംബന്ധിച്ച് പുണ്യഭൂമി. ഇസ്രായേലിൻ്റെയും പുണ്യഭൂമി ജെറുസലേമാണ്. അങ്ങനെ പുണ്യഭൂമികൾ ഓരോ മതവിശ്വാസിക്കും ഓരോന്നാണ് എന്നുള്ളതുകൊണ്ട് എല്ലാവരും ഭാരതത്തെ, ഇന്ത്യയെ പുണ്യഭൂമിയായി കണക്കാക്കണം എന്നുള്ള സങ്കല്പം പോലും അത് വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു സങ്കല്പമാണ്. സവർക്കർ ആരാണ് ഹിന്ദു എന്ന ചോദ്യത്തിന് സവർക്കറുടെ മറുപടി ആ സിന്ധോ സിന്ധു പര്യന്ത യസ്യ ഭാരതഭൂമിക പിതൃഭൂ പുണ്യഭുശ്ചൈവ സവൈ ഹിന്ദുരിതിസ്മൃതി എന്നാണ്. സിന്ധു നദി മുതൽ സിന്ധു സാഗരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഹിന്ദുസ്ഥാനത്തിൽ താമസിക്കുന്ന അവർ ഈ ഭൂമിയെ പുണ്യഭൂമിയായും പിതൃഭൂമിയായും കണക്കാക്കുന്നുവെങ്കിൽ, മാതൃഭൂമി എന്നുള്ളത് അർത്ഥത്തിൽ പിതൃഭൂമിയായി കണക്കാക്കുന്നുവെങ്കിൽ അവർ ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തെ പുണ്യഭൂമിയായി നിങ്ങൾ കണക്കാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഭാരതത്തിന് പുറത്താണ്, നിങ്ങൾ ഈ ഹിന്ദു സങ്കല്പത്തിന് പുറത്താണ്. കഴിഞ്ഞ ദിവസം RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞു, ഇന്ത്യയിൽ അഹിന്ദുക്കളില്ല, ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും ഒക്കെ തന്നെ ഇവിടുത്തെ ഹിന്ദു പിൻഗാമികളായിട്ടുള്ളവരാണ്, അതുകൊണ്ട് എല്ലാവരും ഹിന്ദുക്കളാണ്.
എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ ഹിന്ദു സങ്കല്പമാണ് RSSൻ്റെതെങ്കിൽ ആ ഹിന്ദു സങ്കല്പത്തിനകത്ത് ഇപ്പോൾ വിശ്വാസപരമായി മുസ്ലിമായും ക്രിസ്ത്യാനിയായും സിഖുകാരനുമായിട്ടുള്ളവരെ എങ്ങനെയാണ് RSS ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ചോദ്യം. കാരണം അവരെ സംബന്ധിച്ച് ഈ ഭൂമി പുണ്യഭൂമിയല്ല. പുണ്യഭൂമി സങ്കല്പം തീർത്തും മതപരമാണെന്നിരിക്കെ ഭാരതത്തെ നിങ്ങൾ പുണ്യഭൂമിയായി കണ്ടുകൊള്ളണം എന്നുള്ള നിഷ്കർഷ അത് RSSൻ്റെ നിഷ്കർഷയാണ്. അത് ഈ ഗാനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ രാഷ്ട്രീയമാണ്. അങ്ങനെ നിഷ്കർഷിക്കുമ്പോൾ, അങ്ങനെ വിശ്വാസപരമായി ഈ നാട് പുണ്യഭൂമിയല്ലാത്തവർ ഈ രാജ്യത്തിൻ്റെ പൗരത്വത്തിൽ നിന്ന് പുറത്തു പോകുമോ? പുതിയ പൗരത്വ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ചിലരെ പുറത്തു കളയാനാണോ എന്നുള്ള ഇപ്പോഴുള്ള സംശയങ്ങളെ ബലപ്പെടുത്തുന്നുണ്ട് അക്കാര്യം. അതുകൊണ്ട് പുണ്യഭൂമി സങ്കല്പം അത് സവർക്കറുടേതാണ്, RSSൻ്റെതാണ്. ആ പുണ്യഭൂമി സങ്കല്പമാണ് ഇതിൻ്റെ ഒന്നാമത്തെ രാഷ്ട്രീയമായ ശരികേട്. അടുത്ത വാക്കും സമാനമായി രാഷ്ട്രീയമായി വിമർശിക്കപ്പെട്ട വാക്കാണ്. പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. ഈ ഭാരതാംബ സങ്കല്പം, ഭാരത് മാതാ സങ്കല്പം സർവരാലും അംഗീകരിക്കപ്പെട്ട ഒരു സങ്കല്പമേ അല്ല. ഭാരതത്തെ മാതാവായി കാണുന്നു എന്നത് മാത്രമല്ല, ഭാരതത്തെ ദേവതയായി, ദേവിയായി കാണുന്നു, അങ്ങനെ പൂജിക്കുന്നു എന്നുള്ളതാണ്. പൂജയും ആരാധനയും ഒക്കെ മതപരമായി നിഷ്കർഷിക്കപ്പെട്ടൊരു കാര്യമാണ്. ഹിന്ദു മതത്തെക്കുറിച്ച് മാത്രമല്ല, ഇസ്ലാം, ക്രിസ്ത്യൻ, സിഖ് മതങ്ങളിലൊക്കെ, ജൈന, ബുദ്ധ മതങ്ങളിലൊക്കെ അവരുടെ ആരാധനാ സമ്പ്രദായം അനുസരിച്ച് ആരെയാണ് ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് ഒരു ഏകദൈവ വിശ്വാസിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ആ ഏകദൈവത്തിനപ്പുറത്ത് ഒരു ദേവതയെ കൂടി സങ്കല്പിച്ച് ആരാധിക്കുവാൻ സാധിക്കുക? ഭാരതാംബ ദേവതയാണ് എങ്കിൽ ആ ദേവത മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ സിഖുകാരൻ്റെയോ ദേവതയല്ല എന്നുള്ളതുകൊണ്ട് ഭാരതത്തെ ദേവിയായി കണ്ടാൽ മാത്രമേ ദേശസ്നേഹിയാകൂ എന്നുള്ള നിഷ്കർഷയും വിമർശിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന ദേശഭക്തി ഗാനത്തിന് രാഷ്ട്രീയമായി ശരികേടുകളുണ്ട് എന്ന് തന്നെ പറയാം. RSSൻ്റെ ആശയങ്ങളുമായി ഏറെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ ദേശഭക്തി ഗാനം എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. RSSൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന രണ്ട് ആശയങ്ങളാണ് മാതൃഭൂമി അഥവാ പുണ്യഭൂമി സങ്കല്പം, അല്ലെങ്കിൽ മാതൃഭൂമി സങ്കല്പവും പുണ്യഭൂമി സങ്കല്പവും. നമസ്തേ സദാവത്സലേ മാതൃഭൂമേ ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം മഹാമംഗലേ പുണ്യഭൂമേ ത്വഥർത്തേ പതത്വേഷകായോ നമസ്തേ നമസ്തേ എന്നുള്ളതാണ്. ഭാരതാംബേ, പുണ്യഭൂമേ, അങ്ങേക്കായി ഞങ്ങളുടെ ശരീരം സമർപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു RSSകാരൻ പ്രാർത്ഥിക്കുന്നത്. സ്വാഭാവികമായിട്ടും RSSൻ്റെ ആ പ്രാർത്ഥനയിൽ പറയുന്ന മാതൃഭൂമി പുണ്യഭൂമി സങ്കല്പവുമായി ഏറെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഗണഗീതത്തിലെ, ഈ ദേശഭക്തി ഗാനത്തിലെ ആദ്യത്തെ വരി. അങ്ങനെ തന്നെ എല്ലാവരും ഈ ദേശത്തെ കണ്ടുകൊള്ളണം എന്നുള്ളത് ഒരു ഷാഠ്യമാണ്, അതൊരു ഫാസിസ്റ്റ് ബുദ്ധിയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന് കണക്കാക്കുന്നതും സ്വതന്ത്ര ഭാരതത്തിൽ നമ്മളെല്ലാവരും പറഞ്ഞു പോന്ന ഒരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞയിൽ നമ്മുടെ ദേശസ്നേഹമുണ്ട്. അതിലപ്പുറത്തേക്ക് നിങ്ങൾ ഇങ്ങനെയാണ് ദേശസ്നേഹം പഠിക്കേണ്ടത്, ഇവിടെ നിന്നാണ് ദേശസ്നേഹം ഉൾക്കൊള്ളേണ്ടത് എന്ന് പറയുന്ന ആ നിഷ്കർഷ അത് ഫാസിസത്തിൻ്റെ ഭാഷയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. എന്ന് കരുതി ഭാരതാംബ സങ്കല്പം മോശമാണ് എന്നർത്ഥമില്ല. ഭാരത് മാതാവ് എന്നുള്ള സങ്കല്പവും ഭാരതാംബ എന്ന സങ്കല്പവും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ പ്രോജ്വലിപ്പിക്കാൻ, സ്വാതന്ത്ര്യ സമര സേനാനികളെ അവരുടെ സമരത്തീയിലേക്ക് എടുത്തു ചാടാൻ അവർക്ക് ഊർജം പകർന്നിരുന്ന വാക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് RSSന് മാത്രമായി തീരെഴുതി കൊടുത്ത ഒരു വാക്കുമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് അസിമുള്ള ഖാനാണ് ഈ സ്വാതന്ത്ര്യ സമര മുദ്രാവാക്യം ഭാരത് മാതാ കി ജയ് എന്നുള്ളത് ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം 1873 കിരൺ ചന്ദ്ര ബാനർജിയുടെ നാടകത്തിലാണ് ഭാരത് മാതാ സങ്കല്പം, ബംഗാളിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കർഷകരുടെ കഥ പറയുന്ന ആ നാടകത്തിൽ ഭാരത് മാതാ സങ്കല്പം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം 1873 ആനന്ദമഠം എന്ന ബംഗാളി നോവൽ, ആനന്ദമഠത്തിൽ അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്ന വളരെ പോപ്പുലറായ പാട്ട് എഴുതപ്പെടുന്നത്. ആ വന്ദേ മാതരം എന്ന പാട്ടിൽ നമുക്കറിയാം ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പമാണ്. വന്ദേ മാതരം എന്ന് പറയുന്നത് തന്നെ ഈ ഭാരതഭൂമിക്ക് നമസ്കാരം എന്ന അർത്ഥത്തിൽ തന്നെയാണ്, ഭാരതഭൂമിയെ വണങ്ങുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് അഭിനീന്ദ്ര ടാഗോറിൻ്റെ വരച്ചൊരു ചിത്രം, നമുക്ക് നാടകത്തിലൂടെയും മുദ്രാവാക്യങ്ങളിലൂടെയും കേട്ടുപരിചയമുള്ള ഭാരതാംബയെ ഒരു കാവ്യവസ്ത്രധാരിയായിട്ടുള്ള ഒരു ഹിന്ദു ദേവതാ സങ്കല്പത്തിലുള്ള ഒരു ദേവിയായി അവതരിപ്പിക്കുന്നത്
അവതരിപ്പിക്കുന്നത് അഭിനീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചിത്രത്തിലൂടെയാണ്. പിന്നീട് സുബ്രഹ്മണ്യ ഭാരതിയുടെ മാസികയുടെ കവർ ഫോട്ടോയായി ഈ ഭാരതാംബ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. സുബ്രഹ്മണ്യ ഭാരതിയെ പോലെ ദേശഭക്തനായൊരു വ്യക്തി, അദ്ദേഹം സിസ്റ്റർ നിവേദിതയെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഭാരതാംബയെ കണ്ടു എന്നുള്ളത്. അപ്പോൾ ഭാരതാംബ സങ്കല്പം വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ദേശഭക്തരായിട്ടുള്ള ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു സങ്കല്പം തന്നെയാണ്. പക്ഷേ അതിന് ചില വിമർശനങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു കാണിക്കണം. 1936 വാരാണസിയിൽ മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഒരു ക്ഷേത്രം ഭാരതാംബയുടെ ക്ഷേത്രമാണ്. അങ്ങനെ ഭാരതത്തെ ദേവിയായി സങ്കല്പിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരുണ്ട്. അതവർ ചെയ്യട്ടെ, പക്ഷേ അതെല്ലാവരും ചെയ്യണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. കാരണം വന്ദേമാതര ഗാനം എല്ലാവരും ആലപിക്കണം എന്ന് പറയുന്നിടത്ത് പ്രശ്നമുണ്ട്. കാരണം വന്ദേമാതര ഗാനത്തിൻ്റെ രണ്ടാമത്തെ പാദത്തിലേക്ക് എത്തുമ്പോഴേക്കും തുമിഹി ദുർഗ, സരസ്വതി, ലക്ഷ്മി, ഭാരതാംബയെ നീ ദുർഗയാണെന്നും സരസ്വതിയാണെന്നും ലക്ഷ്മിയാണെന്നും നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നുവെന്നും പറയുമ്പോൾ അങ്ങനെ ഏകദൈവ വിശ്വാസികളെ സംബന്ധിച്ച് എങ്ങനെയാണ് അവരുടെ ഏകദൈവ സങ്കല്പത്തിന് പുറത്ത് ഒരാളെ ദുർഗയായും സരസ്വതിയായും ലക്ഷ്മിയായും ആരാധിക്കുവാൻ പറ്റുക? നമ്മുടെ ഭാരതം, ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുകാരനും ഒക്കെ ഉൾക്കൊള്ളുന്ന നാനാത്വത്തിൽ ഏകത്വം അതിൻ്റെ മുഖമുദ്രയായി കൊണ്ട് നടക്കുന്ന നാടാണെങ്കിൽ എങ്ങനെയാണ് ഹിന്ദുവിൻ്റെ ദേവതാ സങ്കല്പത്തെ മാത്രം ഉൾക്കൊള്ളിക്കുന്ന ഒരു ഗാനം അത് ദേശഭക്തിഗാനമായി എല്ലാവരും അംഗീകരിക്കണം എന്ന് ദുഷാഠ്യം പിടിക്കുക എന്നുള്ളതാണ്. പാടുന്നവർ പാടട്ടെ, അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ, പക്ഷേ അതിനോട് വിയോജിക്കുവാനുള്ള ഒരു പരിസരം കൂടിയാണ് ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇനി ആ പാട്ടിൻ്റെ താഴേക്കുള്ള വരികളിലേക്ക് വന്നാലും ഇതേപോലുള്ള ദേവി ആരാധനയുടെ സങ്കല്പങ്ങളാണ്. ഇലയും ഇതളും പൂവും മൊട്ടും ഇരുത്തെടുത്തർപ്പിച്ചിടാൻ, അത് ദൈവത്തിന് കൊടുക്കുന്ന അർച്ചനയാണ്, പുഷ്പാഞ്ജലിയാണ്. ആ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ആരാധനാ സമ്പ്രദായമാണ്. അങ്ങനെ ഇലയും ഇതളും ഇട്ട് അർപ്പിച്ച് പൂജിക്കുക എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാത്തവനെ സംബന്ധിച്ച് അത് കേവലം ഒരു ആക്ഷൻ മാത്രമായിരിക്കും. ഒരു പൂവെടുത്തിടുന്നു എന്നുള്ളത്, പൂവെടുത്തർപ്പിക്കുന്നത് പുഷ്പാഞ്ജലിയാണ് എന്നും അത് ആരാധനയാണ് എന്നും സങ്കല്പിക്കാത്ത ഹിന്ദു മതത്തിന് പുറത്തുള്ള വ്യക്തിയെ സംബന്ധിച്ച് പൂവിടുന്നത് എങ്ങനെയാണ് ഒരു വലിയ മഹത്തരമായ കാര്യമായിട്ട് മാറുന്നത്? പൂവ് ആരാധനയ്ക്ക് ഉപയോഗിക്കുമ്പോഴാണ് അത് ഭാരതമാതാവിന് സമർപ്പിക്കുകയാണെങ്കിൽ കൂടി അത് പൂജയായി മാറുന്നത്. പൂജ ചെയ്യുന്നവനെ സംബന്ധിച്ച് അത് വലിയ മഹത്തരമായ ഉത്കൃഷ്ടമായ കാര്യമാണ്. പൂജ ചെയ്യാത്തവനുണ്ട് എന്നുള്ളതുകൊണ്ട് അതെല്ലാവരും പാടണമെന്നും എല്ലാവരും അങ്ങനെ പൂജാപുഷ്പങ്ങളായി മാറണം എന്നുള്ള സങ്കല്പവും അത് എല്ലാവരും പാടണം എന്ന് പറയുന്നിടത്താണ് ആ പ്രശ്നം എന്ന് പറയുന്നത്. അതിൻ്റെ താഴോട്ട് വന്നാലും ഭഗത് സിംഗനും ഝാൻസിയുമിയുടെ പ്രഭാതപേരി മുഴക്കുന്നു. പ്രഭാതപേരി നമുക്കറിയാം, അത് ക്ഷേത്രവുമായി ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. അതിനുശേഷമൊക്കെ ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു. ഇവിടെ ക്ഷേത്രങ്ങളാണ് അവർ തുറക്കുന്നത്. ശ്രീനാരായണ ഗുരുവും അരവിന്ദനും ഒക്കെ. ശ്രീനാരായണ ഗുരുവിനെ ക്ഷേത്രത്തിന് പുറത്ത് സങ്കല്പിക്കുന്നവരും ക്ഷേത്ര ധ്വംസകനായി സങ്കല്പിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ RSSൻ്റെയും ഹൈന്ദവ സങ്കല്പ വിശ്വാസികളുമൊക്കെ ശ്രീനാരായണ ഗുരുവിന് കോവിൽ സമർപ്പിക്കുന്നവരും കോവിൽ തുറക്കുന്നവരുമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച്, രാമദാസനെക്കുറിച്ച് അവരൊക്കെ അവരുടെ ജീവിതം നിവേദിക്കുകയാണ്. നിവേദിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ഷേത്രങ്ങളിൽ പൂജാസമയത്താണ് ദേവന് സങ്കല്പിച്ച് നിവേദിക്കുക. അത് എന്തുമാവാം, പ്രസാദമായിട്ട് നിവേദിക്കുന്നത്. ആ നിവേദിക്കുന്ന പോലെ തൻ്റെ ജീവിതം നിവേദിച്ചു എന്നുള്ള സങ്കല്പം പോലും ഒരു പക്ഷേ എന്താണ്, അത് ഹൈന്ദവമായ ആരാധനാ പദ്ധതിയുമായി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നിവേദിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാത്ത ഒരു ഇതര മതവിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം നിവേദിക്കുകയല്ല, സമർപ്പിക്കുകയായിരിക്കാം. അത് പല അർത്ഥത്തിൽ അതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ എല്ലാ വരികളിലുമൊക്കെ ഒരു ഹിന്ദു ആരാധനാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവമായ ആരാധനാ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ഈ പാട്ട് മുഴുവൻ നീണ്ടുപോകുന്നത്. അതിലെ ഭാരത് മാതാ സങ്കല്പവും പുണ്യഭൂമി സങ്കല്പവും എല്ലാവരും അനുസരിക്കേണ്ടതാണ്. നിങ്ങളുടെ ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നിടത്താണ് ഈ പാട്ട് ചിലർക്കെങ്കിലും അനഭിമതമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും പാടുന്നതാണ്, എല്ലാവർക്കും ദേശഭക്തി ഉണ്ടാക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ അതിനെ പറയുന്നതും ന്യായീകരിക്കുന്നതും തെറ്റാണ്. പക്ഷേ ഇങ്ങനെ ദേശഭക്തി ഉണ്ടാക്കുന്നവർ അങ്ങനെ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷേ ഇന്ത്യൻ റെയിൽവേ എല്ലാവരുടേതുമാണ്. ആ റെയിൽവേയുടെ ഔദ്യോഗിക പേജിൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ എല്ലാവരാലും അംഗീകരിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളൊരു ഷാഠ്യം അത് സർക്കാരിനുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.